കഴിഞ്ഞ ദിവസം നീറ്റ് എൻട്രൻസ് പരീക്ഷ ക്യാൻസലാക്കി എന്ന വിവരം അറിഞ്ഞതിന് ശേഷം 3 പെൺകുട്ടികൾ എൻ്റെ ഒ പിയിൽ വന്നു. ആ 3 കുട്ടികളും 3 മാസമായി എന്നെ കൺസൾട്ട് ചെയ്യാണ്. പരീക്ഷയ്ക്ക് ശേഷം മരുന്നിൻ്റെ ഡോസ് കുറക്കാം, നിർത്താം എന്നായിരുന്നു പ്ലാന്. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് ആങ്സൈറ്റി കൂടി, ഭയങ്കര സങ്കടമായി, ഭയങ്കര കരച്ചിലായി. അതിൽ ഒരു മോള് 5ാം തവണയാണ് നീറ്റിന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് ഇത്തവണ പരീക്ഷയ്ക്ക് ശേഷം പരീക്ഷ എളുപ്പമായിരുന്നു, നല്ല സ്കോറുണ്ട്. ആ കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. ഇതറിഞ്ഞ ശേഷം ആ കുട്ടി ഒരുപാട് കരഞ്ഞു. എൻ്റെ ഒ പിയിൽ നിന്ന് ഭയങ്കര കരച്ചിലായി. ഞാൻ ആ കുട്ടിയെ എന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ചു. കാരണം ഭയങ്കര വിഷമാണ് ആ കുട്ടിക്ക്, ഭയങ്കര സങ്കടമാണ്. ഇതിന് ശേഷം കഴിഞ്ഞ 2 ദിവസമായി ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു, വാട്സാപ്പ് ചെയ്യുന്നു, ഒ പിയിൽ വരുന്നു. എല്ലാവരെയും ബുദ്ധിമുട്ട് ഒന്ന് തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും വിഷമം ഭയങ്കരമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 22 ലക്ഷം കുട്ടികൾ തയ്യാറെടുക്കുകയാണ്. ഈ മക്കൾക്ക് വീണ്ടും പരീക്ഷ എഴുതണം, നിർബന്ധമാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യാം, നമ്മൾ ആ ഫാക്റ്റിനെ ഫേസ് ചെയ്യാം. നമ്മൾ നേരത്തെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിലോ ആണെങ്കിൽ തിരിച്ച് വീണ്ടും പഴയ പോലെ പോകാൻ ശ്രമിക്കുക. പഴയ ചങ്ങാതിമാരടുത്തോട്ട് വീണ്ടും പോവുക. വീണ്ടും നമ്മൾ പഴയ പോലെ വായിക്കാൻ ശ്രമം നടത്തുക. നിങ്ങൾ ചെയ്യേണ്ട കാര്യം പതിയെ വായന തുടങ്ങുക. ഒരു ദിവസത്തെ പ്ലാൻ ചെയ്യുക. 1 മണിക്കൂറിൻ്റെ 10-12 ബ്ലോക്കുകളായിട്ട് ഷിഫ്റ്റ് ചെയ്യുക. അതിൽ ഓരോ മണിക്കൂറും എന്ത് പഠിക്കണമെന്ന് മൈക്രോ പ്ലാന് നിങ്ങൾ ചെയ്യുക. ഈ പഠിക്കുമ്പോൾ ടെക്നിക്ക് പൊമാഡോറോ ടെക്നിക്ക് ഉണ്ട്. 20 മിനിറ്റ് ഇൻറ്റൻസീവായി വായിക്കുക, എന്നിട്ട് 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. അതുപോലെ തന്നെ ഒരു ദിവസം പഠിക്കുമ്പോൾ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3 പഠിക്കാൻ വേണ്ടി ശ്രമം നടത്തുക. രാവിലെ ഏറ്റവും നല്ല എനർജി ആയിരിക്കും നമുക്ക്. ആ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായ ഫിസിക്സിലെ ടോപ്പിക്ക്, ഓർഗാനിക് കെമിസ്ട്രി പോലെ ടോപ്പിക്കുകൾ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. ഉച്ച സമയത്ത് നിങ്ങൾ കുറച്ച് ടയേർഡായിരിക്കും, കുറച്ച് സ്ലീപ്പി ആയിരിക്കും. ആ സമയത്ത് എളുപ്പമുള്ള ബയോളജി, അതേപോലെ നിങ്ങൾക്ക് പാസീവായിട്ട് വായിക്കാൻ ശ്രമിക്കുക. ബയോളജി കൂടാതെ തന്നെ ടെസ്റ്റ് ആൻഡ് ഡിസ്കഷൻ വീഡിയോസൊക്കെ കാണുക. എന്നിട്ട് രാത്രി നിങ്ങൾ കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും ഉറങ്ങാൻ ശ്രമിക്കുക. ഒരു 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഇൻറ്റൻസീവ് സ്ലീപ്പ് കിട്ടുന്നെന്ന് ഉറപ്പ് വരുത്തുക. രാവിലെ കറക്റ്റ് സമയത്ത് എല്ലാ ദിവസവും കൃത്യമായിട്ട് എണീക്കുക. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്, ഒരു 20 മിനിറ്റ് ഒരു ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് അല്ലെങ്കിൽ യോഗ എല്ലാ ദിവസവും നിങ്ങൾ ചെയ്യണം. ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ നടത്തുന്ന ശേഷം നിങ്ങൾക്കൊരു ക്ഷീണം അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കിതപ്പ് വരണം. അതുപോലെ ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും എല്ലാ ദിവസവും നിങ്ങൾ കുടിക്കണം. അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ലൈറ്റായ ഭക്ഷണങ്ങൾ നിങ്ങൾ പരമാവധി കഴിക്കാൻ ശ്രമിക്കുക. രാത്രിയൊക്കെ പൊരിച്ച ഭക്ഷണങ്ങൾ, ഒരുപാട് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങളെ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടി സ്ട്രാറ്റജിക്കായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി ഇതൊക്കെ ചെയ്യുകയാണെങ്കിലും ചില സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെസ്സ് വരും, ഭയങ്കര സങ്കടം വരും. ആ സമയത്ത് മൈൻഡ്ഫുൾനെസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. ഈ ഒരു ഇതൊരു സംഭവമാണ്, നമുക്ക് മാത്രമല്ല 22 ലക്ഷം ആൾക്കാർക്കുണ്ട്. നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ആ മൈൻഡ്ഫുൾനെസ് നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുക. ഇനി ഭയങ്കര സ്ട്രെസ്സ് ഉണ്ടെങ്കിൽ വേറെ ചെയ്യാൻ പറ്റുന്ന കാരണം ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്ക്. ഈ സ്ട്രെസ്സുള്ള സമയത്ത് ഒരു 4 സെക്കൻഡ് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. 4 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക. അതുപോലെ 4 സെക്കൻഡ് പതുക്കെ ശ്വാസം വിടുക. ഈ ഒരു ഡീപ്പ് ബ്രീത്തിങ് ടെക്നിക്ക് 4 സെക്കൻഡ് ഈ സംഭവം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് സ്ട്രെസ് ഒന്നും മാറുന്നില്ലെങ്കിൽ നമ്മൾ മെൻറ്റേഴ്സ്, ടീച്ചേഴ്സ് സംസാരിക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഭയങ്കര പ്രയാസം ഉണ്ടെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. നിർബന്ധമായി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുക. ഈ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഒരു മാസം ഈ പ്രിപ്പറേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. എല്ലാ കുഞ്ഞുങ്ങൾക്കും, വീണ്ടും പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അധ്യാപകരോടാണ്, അതുപോലെ മാതാപിതാക്കളോടാണ്. കുട്ടികൾ ഒരുപാട് സ്ട്രെസ്ഡ് ആണ്. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും അവരുടെ മുഖത്തോട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങളൊരു കരുണ എപ്പോഴും അവരുടെ മുഖത്തോടുണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതുപോലെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു ക്വാളിഫൈഡ് ആയ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ മടി കാണിക്കുന്ന ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. താങ്ക് യു.